മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിൽ 50% പൂർത്തീകരിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പ് മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ളതിൻ്റെ പ്രവൃത്തി 58% പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ സ്ട്രെച്ചിൻ്റെയാണ് ഞാൻ പറയുന്നത്. അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ളതിൻ്റെ പ്രവൃത്തി 45% പൂർത്തീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ബൈപ്പാസ്, അതായത് വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ 76% പൂർത്തീകരിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ ഇതിന് വലിയ നിലയിലേക്കുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും. ഇപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തുറവൂർ മുതൽ പറവൂർ വരെ ആണ് ഇപ്പോൾ 27% പൂർത്തീകരിച്ചത്. കൊല്ലം ബൈപ്പാസും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി തലപ്പാടി മുതൽ ചങ്ങള വരെ ഞാൻ ഒരു ഡിലേ ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് 74% പൂർത്തീകരിച്ചു. രാമനാട്ടുകര മുതൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വരെ 80% പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പിരിക്കാട് വരെ 82% പൂർത്തീകരിക്കപ്പെട്ടു. കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെ 49% പൂർത്തീകരിക്കപ്പെട്ടു. തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ 43% പൂർത്തീകരിക്കപ്പെട്ടു. പറവൂർ മുതൽ കോട്ടുകുളങ്ങര വരെ 44%, കൊല്ലം ബൈപ്പാസ് കടമ്പാട്ടുകോണം വരെ 50%, കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെ 36%. ഇങ്ങനെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏറെക്കുറെ നമുക്ക് 2025 മെയ് മാസമാകുമ്പോഴേക്കും പൂർത്തീകരിക്കാനാവും. ബാക്കിയുള്ളത് 2025 ഡിസംബറോടുകൂടി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും. എന്തായാലും മുടങ്ങിപ്പോയൊരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് പൊതുവെ ഇന്നത്തെ മീറ്റിങ്ങോടുകൂടി പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നൊരു കാര്യം. ഇതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരും യോജിച്ച് നിന്ന് നടത്തിയ ഒരു എഫേർട്ടാണ് ഇതിൻ്റെ വലിയ വിജയത്തിൻ്റെ കാരണം എന്നുള്ളത് പൊതുവെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്, മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള സംസ്ഥാനം കേരളമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ജനസാന്ദ്രത കൂടുതൽ ഇന്ത്യയിൽ കേരളത്തിലാണ്. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് സംസ്ഥാനത്തെ ജനസാന്ദ്രതയുടെ ശരാശരി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വന്നവരാണ്, ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ വീതിയുള്ള റോഡ് നമ്മുടെ നാട്ടിൽ അത്ര എളുപ്പത്തിൽ പറ്റില്ല. കാരണം റോഡ് വീതി കൂട്ടാനോ പുതിയ റോഡ് ഉണ്ടാക്കാനോ ഭൂമി അവിടെ കിട്ടാനില്ല. എല്ലായിടത്തും വീടുകളാണ്, കെട്ടിടങ്ങളാണ്. അത് പൊളിച്ചു മാറ്റൽ എളുപ്പമല്ല. ഇനി അത് പൊളിച്ചാൽ തന്നെ അവരെ വേറെ സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. അപ്പോൾ വലിയ തുക ഭൂമി ഏറ്റെടുക്കൽ നൽകേണ്ട സ്ഥിതിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാവിയിൽ കേരളം കടുത്ത ഗതാഗത കുരുക്കിന് വിധേയമാകേണ്ട സ്ഥിതി വരും. ജനങ്ങൾ ഗതാഗത കുരുക്ക് അനുഭവിച്ച് വീർപ്പുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കേരളം മുഖ്യമന്ത്രി ഇന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ചയായത്. ആ ചർച്ചയിലെ തീരുമാനങ്ങൾ, ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ, അതൊക്കെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശദീകരിക്കുകയായിരുന്നു. അതിൽ കൊല്ലം ബൈപ്പാസ് 74% പ്രവൃത്തി പൂർത്തിയായി. കോഴിക്കോട് ബൈപ്പാസിൻ്റെ നിർമ്മാണ പുരോഗതി, അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ്.